മറ്റുള്ളവർ അധർമ്മം ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ അധാർമിക പ്രവൃത്തികൾക്ക് ന്യായീകരണമാകരുതെന്ന് അങ്ങ് തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും പലപ്പോഴും നമ്മൾ അധർമ്മം ചെയ്യുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ പലരും പറയുക അവരൊക്കെ ചെയ്യുന്നില്ലേ പിന്നെ നമുക്ക് ചെയ്താൽ എന്താ എന്നുള്ളതാണ്. ഇതിൻ്റെ വെളിച്ചത്തിൽ മഹാഭാരതത്തിലെ കർണവധം, രാമായണത്തിലെ ബാലിവധം തുടങ്ങിയ സന്ദർഭങ്ങൾ വിശദീകരിക്കാമോ? ഇവിടെ മഹാഭാരതത്തിൽ അത് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചാൽ അതൊരു ഏടാകൂടം തന്നെയാണ്. രാമായണത്തിൽ സുഖമായിട്ട് വിശദീകരിക്കാം, രാമായണത്തിലെ വിശദീകരിക്കാൻ ഒരു വിഷമവുമില്ല. പക്ഷെ മഹാഭാരതത്തിലെ വിശദീകരിക്കാൻ പ്രയാസമാണ്. എന്താ പ്രയാസം എന്ന് ചോദിച്ചാൽ ആ തലത്തിൽ പോയിട്ടേ വിശദീകരിക്കാൻ പറ്റൂ. ആ തലത്തിൽ ആ പ്രകരണത്തിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വിശദീകരണം സംതൃപ്തികരമായി കൊള്ളണമെന്നില്ല. കാരണം രാമനിലും കൃഷ്ണനിലും നമ്മൾ കാണുന്നത് ധർമ്മനിഷ്ഠയാണ്. അഥവാ രാമനായാലും കൃഷ്ണനായാലും ധർമ്മവ്യാഖ്യാനമാണ് നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ധർമ്മവ്യാഖ്യാനത്തിന് വ്യത്യാസമുണ്ട്. രാമനിൽ ധർമ്മത്തിന് വേണ്ടിയുള്ള ധർമ്മമാണ്. അവിടെ വേറൊരു പുരുഷാർത്ഥത്തെയും രാമൻ എടുത്ത് കാണിച്ചിട്ടില്ല. അർത്ഥത്തെയോ കാമത്തെയോ മോക്ഷത്തെയോ രാമൻ എടുത്ത് കാണിച്ചിട്ടില്ല. അധ്യാത്മരാമായണം മറന്നേക്കുക, വാൽമീകി രാമായണം അനുസരിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അവിടെ കേവലമായ ഒറ്റ പുരുഷാർത്ഥത്തെ രാമൻ കാണിച്ചിട്ടുള്ളൂ, ധർമ്മം ധർമ്മം ധർമ്മം. അതുകൊണ്ടാണ് നമ്മൾ മര്യാദാ പുരുഷോത്തമൻ എന്നൊക്കെ രാമനെ പറയുന്നത്. രാമൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വിദ്ധിമാം ഋഷിഭിസ്തുല്യം വിമലം ധർമ്മമാശ്രിതമെന്ന്. വിമലമായ ധർമ്മത്തെ ആശ്രയിക്കുന്നവനാണ് ഞാനെന്ന് നീ അറിഞ്ഞാലും എന്ന് കൈകേയിയോട് രാമൻ പറഞ്ഞിട്ടുണ്ട്. വിമലം ധർമ്മം, വിമലമായ ധർമ്മം. അത് മറ്റൊന്നിനു വേണ്ടിയുള്ള ധർമ്മമല്ല, ധർമ്മത്തിന് വേണ്ടിയുള്ള ധർമ്മം. അതുകൊണ്ട് രാമൻ്റെ ചെയ്തികളിൽ നമുക്ക് ശുദ്ധമായി ധർമ്മവ്യാഖ്യാനം മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ കൃഷ്ണൻ്റെ ധർമാചരണം വളരെ സങ്കീർണമാണ്. കാരണം ചതുർവിധ പുരുഷാർത്ഥങ്ങളുടെയും മൂർത്തിയായിട്ടാണ് കൃഷ്ണൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അർത്ഥത്തിൻ്റെയും കാമത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും ഈ 4 വിധ പുരുഷാർത്ഥങ്ങളുടെയും മൂർത്തിയായിട്ടാണ് കൃഷ്ണൻ അവതരിപ്പിക്കപ്പെട്ടത്. 2 ധർമ്മ സംസ്ഥാപന പ്രവൃത്തികൾ രാമൻ ചെയ്ത് കാണിച്ച സാഹചര്യവും കൃഷ്ണൻ ചെയ്ത് കാണിച്ച സാഹചര്യവും തീർത്തും വിഭിന്നമാണ്. കൃഷ്ണൻ കാണിച്ചു തന്നത് അധർമ്മത്തിൻ്റെ ശക്തികൾ ഒത്തുചേർന്ന് പ്രവർത്തിച്ച് ധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ പെരുമാറണമെന്നാണ്. രാമൻ്റെ വിഷയത്തിൽ അതില്ല. രാമൻ്റെ വിഷയത്തിൽ അധർമ്മത്തിൻ്റെ വ്യക്തി അഥവാ ശക്തി ഒന്നേ ഉള്ളൂ. എല്ലാ ധാർമ്മിക ശക്തികളും ഒത്തൊരുമിക്കുന്ന ഒരു അവസ്ഥാവിശേഷം രാമായണത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. അത് അന്നത്തെ യുഗധർമ്മമായിരിക്കാം. പക്ഷേ മഹാഭാരതത്തിൻ്റെ കാലഘട്ടം വരുമ്പോഴത്തേക്ക്, ദ്വാപരത്തിൽ നിന്ന് കരിയിലേക്ക് വരുന്ന ആ ഒരു ദശാസന്ധിയുടെ ഘട്ടം എത്തുമ്പോഴത്തേക്ക് അധർമ്മത്തിൻ്റെ എല്ലാ മൂർത്തികളും എല്ലാ ശക്തികളും അവിഹിതമായി ഒത്തൊരുമിച്ച് ധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഏതറ്റം വരെയും ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യാൻ പോകാം, ബാഹ്യമായി അധർമ്മമെന്ന് തോന്നുന്ന പണി പോലും ചെയ്യാമെന്ന് കൃഷ്ണൻ കാണിച്ചിട്ടുണ്ട്. എന്നല്ല, ബാഹ്യമായി നമുക്ക് ഉൾക്കൊള്ളാൻ വിഷമമുള്ള വാക്യങ്ങളെ പറയുകയും ചെയ്തിട്ടുണ്ട്. മഹാഭാരതത്തിൽ കൃഷ്ണൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, സത്യാജ്യായോ ഹി അനർദഹാം. എടോ, സത്യത്തെക്കാൾ നല്ലത് അസത്യമാണെന്ന് കൃഷ്ണൻ പറഞ്ഞു. നമ്മളുണ്ടാക്കുന്നതല്ല. സത്യാജ്യായോ ഹി അനർദഹ. എടോ, സത്യത്തെയൊക്കെ പാലിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് കള്ളം പറയുന്നതാണ്. കാരണം ഏത് മാർഗത്തെയും അവലംബിച്ചുകൊണ്ട് അധർമ്മത്തെ പിൻപറ്റുന്നവർ ഒത്തുചേരുമ്പോൾ അവരെ തറ പറ്റിക്കാൻ ഏതറ്റം വരെയും പോകാം എന്ന് കൃഷ്ണൻ വന്നപ്പോഴത്തേക്ക് പഠിപ്പിച്ചു. അത് ശരിയോ തെറ്റോ എന്ന് വെച്ചാൽ ഭഗവാനല്ലേ അറിയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, കൃഷ്ണൻ്റെ ചെയ്തികളെ ആ തലത്തിൽ ഇരുന്ന് ചിന്തിക്കാനേ നമുക്ക് പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും തൃപ്തി വരില്ല.
വണ്ടിയുടെ ചക്രം കൊണ്ടപ്പോൾ കൊല്ലാൻ പറയുക, ആയുധം താഴെ വെച്ചപ്പോൾ കൊല്ലുക അല്ലെങ്കിൽ കൊല്ലിക്കുക, ആയുധം താഴെ വെക്കാൻ വേണ്ടി കള്ളം പറയിപ്പിക്കുക. ഇതൊക്കെ എവിടുത്തെ ന്യായ? യുധിഷ്ഠിരൻ വല്ലാതെ മടിച്ചു കള്ളം പറയാൻ. കാരണം എങ്ങനെയാ കള്ളം പറയുക? പറയണം, അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറയണം. പറഞ്ഞിട്ടുണ്ട് ഭീമൻ. മത്സ്യവിഭാഗത്തിൻ്റെ മറ്റോ ആണ്, മത്സ്യരാജ്യത്തിൻ്റെ ആണോ ഇനി? അതെ, മത്സ്യരാജ്യത്തിൻ്റെ അന്നെന്ത് ഓർമ്മ. കൂട്ടത്തിലുള്ള ഒരാനയെ അശ്വത്ഥമാവെന്ന് പേരിട്ട് അതിനാദ്യം കൊന്നു. എന്തിനാണ് അശ്വത്ഥമാവ് മരിച്ചു എന്ന് ഒച്ചത്തിൽ വിളിച്ച് പറഞ്ഞത്? ഇത് കേട്ടോട്ടന്നെ ദ്രോണര് വ്യാകുലപ്പെട്ടു. ഒരു സെക്കൻഡ് നേരം, അത്രയേ ഉള്ളൂ. മഹാഭാരതത്തിൽ മനോഹരമായൊരു രംഗമായത്. ഒരല്പനേരം ദ്രോണര് വ്യാകുലപ്പെട്ടു. പക്ഷെ പിന്നീട് വർദ്ധിച്ച വീര്യത്തോടുകൂടി ലക്ഷക്കണക്കിന് പാണ്ഡവരെ കൊന്നൊടുക്കിക്കൊണ്ട് ദ്രോണര് പരാക്രമം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ആ ദ്രോണരുടെ പരാക്രമം വർദ്ധിച്ചപ്പോൾ പാണ്ഡവർ ജീവനുള്ള ഒരു ജീവനും കൊണ്ട് ഓടുകയാണ് പേടിച്ച്. 10,000 പാണ്ഡവരെ ഒറ്റയ്ക്ക് ദ്രോണര് കൊന്നൊടുക്കുകയാണ്. ഈ സമയത്താണ് ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് ചോദിക്കുന്നത്, എന്താ നിന്റെ പരിപാടി? എന്താ നീ മനസ്സിലാക്കിയത്? നിന്റെ സൈന്യം മുഴുവൻ നശിക്കുന്നത് നീ കാണുന്നില്ലേ? ഇനി മുഴുവൻ നശിക്കും. ദ്രോണർ അത്ര വീര്യത്തോടു കൂടിയാണ് പൊരുതുന്നത്. ഇനിയും നീ മിണ്ടാണ്ടിരിക്കുകയാണോ? യുധിഷ്ഠിരൻ ആകെ പ്രശ്നത്തിലായി. പാവം വിയർക്കാൻ തുടങ്ങി. അവിടെയാണ് ശ്രീകൃഷ്ണൻ പറയണത്, എടോ സത്യത്തേക്കാൾ നല്ലതാണ് കുറച്ച് നുണയൊക്കെ പറയണത്, അതുകൊണ്ട് വേഗം പറഞ്ഞു. ഉടനെ യുധിഷ്ഠിരൻ തയ്യാറായി. അശ്വത്ഥാമാ പതുക്കെ പറഞ്ഞു, കുഞ്ചര. കേട്ട മാത്രയിൽ യുധിഷ്ഠിരനാ പറഞ്ഞത്, ഇനി ശങ്കിക്കാനില്ല. അശ്വത്ഥാമാവ് മരിച്ചു. ആകെ തളർന്നു ദ്രോണർ. ഇവിടെ ഒരു ചോദ്യം ശേഷിക്കുന്നുണ്ട്. ഇത്രയ്ക്കൊക്കെ ചെറുപ്പക്കാരെ കൊന്നൊടുക്കിയ ദ്രോണര് തൻ്റെ മകൻ യുദ്ധത്തിൽ മരിച്ചു എന്ന് പറഞ്ഞു ഇങ്ങനെ തളരേണ്ട ആവശ്യമുണ്ടോ? ചോദ്യം വരുന്നുണ്ട് അവിടെ. എന്തായാലും തളർന്നു. കാരണം അയാൾ ആകെ കൂടി ജീവിക്കണമെന്ന് മകന് വേണ്ടിയിട്ടാണ്. തളർന്നിരുന്നു, രഥത്തട്ടിലിരുന്നു. ഇവിടെ മഹാഭാരതത്തിലെ മനോഹരമായ രംഗമാണ്. ആ യുദ്ധക്കളത്തിൻ്റെ മധ്യത്തിൽ, ബഹളത്തിൻ്റെ മധ്യത്തിൽ മനസ്സടക്കി ധ്യാനനിഷ്ഠനായി പൂർണ്ണമായി പരമാത്മാവിൽ മനസ്സിനെ ഘടിപ്പിച്ചു. ദ്രോണര് ഇപ്പം യുദ്ധക്കളത്തിലേ അല്ല. ഈ സമയത്ത് അത്ഭുതകരമായൊരു തേജസ് ദ്രോണരിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ശ്രീകൃഷ്ണൻ കണ്ടു, യുധിഷ്ഠിരൻ കണ്ടു, സഞ്ജയൻ കണ്ടു. വേറെയും 2 പേര് കണ്ടിട്ടുണ്ട്. അവരാരാന്ന് ഇപ്പോൾ ഓർമ്മയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ പറയാം. 5 പേരാണ് കണ്ടത്. അങ്ങനെ ദ്രോണര് മഹാസമാധിയെ പ്രാപിച്ചു. ഈ മരിച്ച ശരീരത്തെയാണ് ദൃഷ്ടദ്യുമ്നൻ പോയിട്ട് തലവെട്ടുന്നത്. അരുതെന്ന് പലരും പറഞ്ഞു. ഇല്ല, പോയി വെട്ടി. അതുകൊണ്ട് പേര് ദൃഷ്ടദ്യുമ്നൻ കൊന്നു എന്ന് പറഞ്ഞു. ഇതാണ് സംഭവം മഹാഭാരതത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെയൊക്കെ നമുക്ക് സ്ഥൂലമായി നോക്കിയാൽ അധർമ്മമല്ലേ എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾ കാണേണ്ടത് അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും തണലിൽ, ഭരണാധികാരത്തിൻ്റെയും പണത്തിൻ്റെയും തണലിൽ എല്ലാ ധാർമ്മിക ശക്തികളും ഒത്തുകൂടി ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ, രാഷ്ട്രത്തെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോവാം. അത് തന്നെയാണ് സിദ്ധാന്തം. അതാണ് ഭഗവാൻ കാണിച്ചു തരുന്നത്. അതല്ലേ ആയുധമെടുക്കില്ലെന്ന് പറഞ്ഞ ഭഗവാൻ ആയുധമെടുത്തു യുദ്ധക്കളത്തിൽ. പക്ഷെ ആയുധമെടുത്തത് ആയുധം പ്രയോഗിക്കാനല്ലായിരുന്നു എന്ന് നമുക്കറിയാം. കാരണം ആയുധം പ്രയോഗിക്കാനായിരുന്നെങ്കിൽ ഭഗവാൻ പ്രയോഗിച്ചിരിക്കും. ആയുധം എടുത്തു. ഭഗവാൻ ആയുധം എടുത്തത് കൊണ്ടാണ് അതുവരെ മന്ദവീര്യത്തോടു കൂടി പൊരുതിയ അർജുനൻ, ഭഗവാനെ അങ്ങ് പ്രതിജ്ഞ ലംഘിക്കരുതേ, ഞാൻ തന്നെ വീര്യത്തോടു കൂടി പൊരുതാമെന്ന് പറഞ്ഞിട്ട് നല്ല ഉശിരോടുകൂടി യുദ്ധം ചെയ്യുന്നത്. അപ്പം അർജുനന് നല്ല ഉശിരോടുകൂടി യുദ്ധം ചെയ്യുന്നവനാക്കുക എന്നുള്ളതായിരുന്നു ഭഗവാന്റെ ആയുധമെടുക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം.
അതുപോലെ രഥചക്രം ആണ്ട സമയത്ത് ആയുധപ്രയോഗം ശരിയോ എന്ന് ചോദിച്ച കർണനോട് നിന്റെ ധർമ്മബോധം ഇപ്പം എവിടുന്ന് വന്നടാ? സ്ത്രീ സഭയിൽ വസ്ത്രാക്ഷേപം ചെയ്യപ്പെടുന്ന സമയത്ത് നിന്റെ ധർമ്മബോധം എവിടെയായിരുന്നു? ചതിയായ ഒരിടത്തേക്ക് അമ്മയെയും മക്കളെയും പറഞ്ഞയച്ച് അവരെ ചുട്ടു കൊല്ലാൻ വേണ്ടി പദ്ധതി ഇട്ടപ്പോൾ നിന്റെ ധർമ്മബോധം എവിടെയായിരുന്നു? എണ്ണി 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 ചോദിക്കുന്നുണ്ട്. അപ്പം ചിലർക്ക് ഈ ധർമ്മബോധം ഉണ്ടല്ലോ, അവനവൻ്റെ കാര്യം വരുമ്പോഴേ പ്രകാശിക്കും. അങ്ങനെ അവനവൻ്റെ കാര്യം വരുമ്പം ധർമ്മബോധം പ്രകാശിക്കുകയും അല്ലാത്ത സമയത്ത് ധർമ്മബോധം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവരോട് കുറച്ചൊക്കെ അധർമ്മത്തിൻ്റെ രീതിയിലും പെരുമാറാൻ സാധിക്കും, പെരുമാറണം. എന്നാൽ മാത്രമേ രാഷ്ട്രം നിലനിൽക്കൂ. ഈ സന്ദേശമാണ് കൃഷ്ണൻ തന്നത്. അതുകൊണ്ട് കൃഷ്ണൻ ചെയ്ത ചെയ്തികളെ ഇന്നത്തെ വർത്തമാന പരിസ്ഥിതിയിലിരുന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ ചിദാനന്ദപുരസ്വാമിക്ക് സാധിക്കില്ല. എന്നാൽ സാധിക്കും. ആ സാഹചര്യത്തിലേക്ക് അധാർമിക ശക്തികൾ ഒത്തൊരുമിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോയിട്ട് ഇതേ സ്ഥിതിവിശേഷം വർത്തമാനകാലത്തിൽ നമുക്ക് കാണാം. അധർമ്മത്തിൻ്റെ ശക്തികൾ അധികാരവും രാഷ്ട്രീയവും ബുദ്ധിജീവികളും ധനികന്മാരും എല്ലാം ഒത്തൊരുമിച്ചുകൊണ്ട് ധർമ്മനാശം ചെയ്യാൻ പരിശ്രമിക്കുന്ന വർത്തമാനകാല സാഹചര്യം നമുക്ക് നോക്കാം. ഏത് മാർഗം ഉപയോഗിച്ചും അതിനെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കണം എന്നുള്ളത് തന്നെയാണ് കൃഷ്ണ സന്ദേശം. സംശയമൊന്നുമില്ല. രാമൻ്റെ വിഷയത്തിൽ അതല്ല. രാമൻ്റെ വിഷയം സ്പഷ്ടമാണ്. രാമൻ ഇങ്ങനത്തെ ഒരു പരിപാടിയെ ചെയ്തിട്ടില്ല. യുദ്ധം ചെയ്യുന്ന സമയത്ത് രാവണൻ ക്ഷീണിച്ചു തോന്നിയപ്പോൾ രാമൻ എന്താ പറഞ്ഞേ? ഓ രാവണ, നീ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ, എന്തിനാ യുദ്ധം ചെയ്യുന്നേ? എന്തിനാ യുദ്ധം ചെയ്യുന്നേ? പ്രതിയോഗിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം രാമൻ്റെ ഉദ്ദേശം രാവണനെ കൊല്ലുക. പക്ഷെ രാവണൻ്റെ മുഖം നോക്കിയപ്പോൾ ക്ഷീണിച്ചു എന്ന് കണ്ടപ്പോൾ രാമൻ പറഞ്ഞു, അങ്ങ് ക്ഷീണിച്ചിട്ടുണ്ട്, പോയി വിശ്രമിച്ചു വാ, എന്നിട്ട് നമുക്ക് യുദ്ധം ചെയ്യാം. അതാ രാമൻ്റെ ധർമ്മനിഷ്ഠ. അത് വേറെ വകുപ്പാണ്. അപ്പം പിന്നെ രാമൻ വാലിയെ കൊന്നതോ? വാലിയെ കൊന്നതിന് എന്താ കുഴപ്പം? വാലിയെ കൊന്നതിന് എന്താ കുഴപ്പം? എന്നാലും യുദ്ധത്തിൽ മറഞ്ഞെന്ന് കൊല്ലാൻ പാടുണ്ടോ? യുദ്ധത്തിൽ മറഞ്ഞെന്ന് കൊന്നിട്ടില്ലല്ലോ. വാലിയും രാമനും തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. വാലിയും സുഗ്രീവനും തമ്മിലാണ് അടിയുണ്ടായത്. ആ സമയത്ത് വൃക്ഷഖണ്ഡങ്ങളെ മറഞ്ഞു നിൽക്കുകയാണ് രാമനും ലക്ഷ്മണനും ഹനുമാനും എല്ലാം. ഒരു സന്ദർഭത്തെത്തി സുഗ്രീവൻ പരാജയപ്പെടുന്ന ഒരു 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 അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഈ സമയത്താണ് രാമൻ അമ്പയക്കുന്നത്. അമ്പേറ്റു വാലിക്ക്. ഇവിടെ വ്യാഖ്യാനത്തിലേക്ക് കടക്കണമെങ്കിൽ ഒരു നിർബന്ധം നമുക്കുണ്ട്. അതെന്തെന്നാൽ വാലിയുടെ സ്വഭാവത്തെക്കുറിച്ചൊരു ധാരണ നമുക്ക് വേണം. വാലിയെ കൊണ്ട് സാധാരണ നമ്മൾ പറയാറുണ്ട് മർക്കടമുഷ്ടിയാണ്. താൻ നിശ്ചയിച്ചത് മാത്രം, താൻ പറഞ്ഞത് മാത്രം, ഇവരാര് പറഞ്ഞാലും അംഗീകരിക്കില്ല. അല്ലെങ്കിൽ തനിക്ക് ശരിയാണെന്ന് ഉത്തമ ബോധം വേണം. തനിക്ക് ശരിയാണെന്ന് ഉത്തമ ബോധമില്ലാത്ത ഒന്നും വാലി അംഗീകരിക്കില്ല, ഉറപ്പാ. ഇത് മനസ്സിലായിക്കൊള്ളണം. രണ്ട്, ഇത്ര വലിയ വൈരമാണ് സുഗ്രീവനുമായിട്ട് വാലിക്ക്, വാക്കിനതീതമാണത്. അത് ഓർമ്മിച്ചോളണം. ഇത്രയും മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് വരാം. വാലി അമ്പേറ്റ് വീണു, എല്ലാവരും വന്നു, രാമനും വന്നു. വാലി രാമനോട് പൊട്ടിത്തെറിക്കുന്നുണ്ട്, എന്താ രാമാത്, നീ എന്തിപ്പണി ചെയ്തത്? രാമൻ പറഞ്ഞു, ഈ ലോകത്തിൻ്റെ മുഴുവൻ എല്ലാ വംശങ്ങൾക്കും മുകളിൽ ഏതൊരു ഇക്ഷ്വാകു വംശത്തിലാണോ ഭരണാധികാരിയും ഉണ്ടായിരുന്നത്, ആ ഇക്ഷ്വാകു വംശത്തിലെ ദണ്ഡൻ്റെ പിന്മുറക്കാരനായ ദശരഥൻ്റെ പുത്രനായ രാമനാണ് ഞാൻ. ഇതാണ് ഞാൻ ദശരഥപുത്രനായ രാമൻ എന്നല്ല പറഞ്ഞത്. ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കുക. ഓരോ രാജാക്കന്മാരും എന്തെന്ത് അപരാധം ചെയ്താൽ എന്തെന്ത് ശിക്ഷകൾ നൽകണമെന്നുണ്ട്. അതനുസരിച്ച് സഹോദര പത്നിയെ ബലാത്കാരേണ കൈവശം വച്ചിരിക്കുന്ന രാജാവിന് നൽകേണ്ട ശിക്ഷയെ ഞാൻ നൽകിയിട്ടുള്ളൂ. വാലിയിൽ വലിയൊരു പരിവർത്തനം വന്നു. വാലി പറഞ്ഞു, രാമ, അമ്പ് വലിച്ചു വരൂ, എനിക്ക് വേദനയാവും. ഇല്ലാത്തൊരു രംഗമാണ്. രാമനുടനെ വാലിയുടെ അമ്പ് വലിച്ചൂരി തൊട്ട് തലോടി കൊടുത്തു.
ഈ സമയത്ത് വാലിയുടെ കഴുത്തിലുള്ള മാല, ആ മാല കഴുത്തിൽ ധരിക്കുന്ന കാലത്തോളം ഒരു പ്രതിയോഗിക്കും നേരെ ആക്രമിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ രാമൻ മറിഞ്ഞു നിന്ന് അമ്പ ഇത്. നേരിട്ട് രാമൻ വാലിയെ അമ്പ ചെയ്യാഴ്ച രാമൻ്റെ പകുതി ശക്തി വാലിക്ക് കിട്ടും. അത്ര വിഡ്ഢിയല്ല രാമൻ. തൻ്റെ ശക്തി നശിപ്പിക്കാൻ മാത്രം വിഡ്ഢിയല്ല. ഭഗവാനാണ് അതുകൊണ്ട് ശക്തി നഷ്ടപ്പെടില്ല എന്ന് പറയരുത്. ആര് തന്നെ, അത് വാലിക്ക് വരലബ്ധി ഉണ്ടായതാണ്, ആര് തന്നെ ഈ മാല ധരിച്ചിരിക്കുന്ന ആളെ നേരിട്ട് എതിർക്കുന്നുണ്ടോ അയാളുടെ പകുതി ശക്തി തനിക്ക് വന്നു ചേരും. അതുകൊണ്ട് രാമൻ തൻ്റെ ശക്തി നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല. തൻ്റെ ശക്തി കൊണ്ട് വേറെ ആവശ്യമുണ്ട്. അത് ഈ വാലിക്ക് കൊടുക്കാനുള്ളതല്ല. അതുകൊണ്ടാണ് മറന്നു നിന്ന് എഴുതുന്നത്. ഈ മാല സുഖമായിട്ട് വാലിക്ക് അംഗദന് കൊടുക്കാൻ ഏൽപ്പിക്കാമായിരുന്നു, അല്ലെങ്കിൽ നശിപ്പിക്കാമായിരുന്നു. ഒന്നുകിൽ തൻ്റെ കഴുത്തിൽ തന്നെ കിടക്കട്ടെ, അതോടുകൂടി ശവസംസ്കാരം നടക്കട്ടെ എന്ന് ചിന്തിക്കാമായിരുന്നു. അല്ലെങ്കിൽ സ്വപുത്രനായ അംഗദന് കൊടുക്കാൻ ഏൽപ്പിക്കാമായിരുന്നു. പക്ഷേ വാലി സഹോദര എന്ന് വിളിച്ച് ഈ മാല സുഗ്രീവൻ്റെ കഴുത്തിൽ അണിയിച്ചു. ഈ ഒരൊറ്റ രംഗം ശ്രദ്ധിച്ചാൽ മതി. ഈ നിമിഷം വരെ വാക്കിനതീതമായ വൈരം ആരോട് സൂക്ഷിച്ചിരുന്നുവോ ആ സുഗ്രീവൻ്റെ കഴുത്തിലേക്ക് ഈ വിജയമാലയെ ഇട്ടുകൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സഹോദര, അംഗദനെ പരിപാലിക്കണേ. താരയെ എങ്ങനെ ഞാൻ പരിപാലിച്ചോ അങ്ങനെ പരിപാലിക്കണേ. രണ്ട് വാക്കുകൾ ശ്രദ്ധിക്കണം. വാലി മരിക്കുകയും ചെയ്തു. ബാക്കിയെല്ലാം പോട്ടെ, താരയെ സംബന്ധിച്ചും അംഗദനെ സംബന്ധിച്ചും പറഞ്ഞതെല്ലാം പോട്ടെ. പക്ഷേ ഈ വിജയമാല സുഗ്രീവൻ്റെ കഴുത്തിൽ അണിയിക്കണമെങ്കിൽ വാലിക്ക് താൻ ചെയ്ത തെറ്റ് മുഴുവൻ മനസ്സിലായി പശ്ചാത്തപിച്ചു. നമുക്കിന്നും മനസ്സിലാവുന്നില്ല. നമ്മളൊരു കഥയുണ്ടാക്കി. ഈ ചെയ്ത പാപം അടുത്ത അവതാരത്തിൽ അനുഭവിച്ചു. വാലിയായിട്ട് വേടൻ വന്നു, വേടൻ അമ്പെയ്തു, ശ്രീകൃഷ്ണൻ അമ്പേറ്റ് മരിച്ചുപോയി. വിരോധമില്ല, അത് പ്രകൃതിയുടെ നിയമമാണ്. അത് യാതൊരു വിരോധമില്ല. ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ടാണ് ശരീരം ഉപേക്ഷിച്ചത്. ഒരിക്കലും കരയാത്ത ആളാണ് ശ്രീകൃഷ്ണൻ. ഓർമ്മിക്കുക, ഒരിക്കലും കരയില്ല, ഒരിക്കലും കരഞ്ഞിട്ടില്ല. എപ്പോഴും പുഞ്ചിരി മാത്രമുള്ള, ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും പുഞ്ചിരി മാത്രമുള്ള മഹാപുരുഷനാണ് ശ്രീകൃഷ്ണൻ. അത് ഓർമ്മിക്കുക. അതുകൊണ്ട് വാലിവധത്തിലൊന്നും ഒരു പ്രശ്നമില്ല. ഇതാണ് അതിൻ്റെ വ്യാഖ്യാനം. പക്ഷെ കൃഷ്ണൻ്റെ ചേഷ്ടകൾ സാമാന്യ തലത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അതിന് ചില സൂചനയാണ് നേരത്തെ പറഞ്ഞത്, അത് ശ്രദ്ധിക്കുക. മാത്രമല്ല, അന്നൊക്കെ ധർമ്മയുദ്ധങ്ങളാണ് നടന്നിരുന്നതെന്നും കേട്ടിട്ടുണ്ട്. ധർമ്മയുദ്ധമാണല്ലോ, അതുകൊണ്ടാണല്ലോ ക്ഷത്രിയനെ സംബന്ധിച്ച് ധർമ്മയുദ്ധമാണെന്നുള്ളത് കൊണ്ടാണല്ലോ എല്ലാക്കന്മാരും ക്ഷണിക്കപ്പെട്ട് യുദ്ധത്തിന് ചെല്ലുന്നതുമൊക്കെ. അത് ഈ ധർമ്മമാണ്, ക്ഷത്രിയരുടെ ധർമ്മമാണ് യുദ്ധത്തിന് രാജാവ് ക്ഷണിച്ചാൽ പോവുക എന്നുള്ളത്. അങ്ങനെയാണ് ഇവിടെ 18 അക്ഷൗഹിണി സൈന്യം ഉണ്ടായത്, 11-7. എന്നാൽ മേൽപ്പറഞ്ഞ സന്ദർഭങ്ങളിലൊന്നും ധർമ്മയുദ്ധത്തിൻ്റെ രീതികൾ അവലംബിച്ചു കണ്ടില്ല. അതൊക്കെ ധർമ്മയുദ്ധത്തിൻ്റെ രീതി തന്നെയാണ് മനസ്സിലാക്കണം. അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യും? അതിൽ ശ്രീകൃഷ്ണൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ശരിയാ, ധർമ്മയുദ്ധത്തിൻ്റെ നിയമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ തെറ്റിച്ചിട്ടുണ്ട്. കാരണം ധർമ്മയുദ്ധത്തിൻ്റെ നിയമങ്ങൾ മഹാഭാരതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ആയുധം പോയവനെ ആക്രമിക്കാൻ പാടില്ല, വാഹനം കേടുവന്നവനെ ആക്രമിക്കാൻ പാടില്ല എന്നൊക്കെ നിയമങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ തെറ്റിച്ചിട്ടുണ്ട് കൃഷ്ണൻ. അപ്പം കൃഷ്ണൻ അധർമ്മം ചെയ്തു എന്ന് പറയുമോ? ഞാൻ പറയില്ല. അധർമ്മത്തിൻ്റെ ശക്തികൾ ഒറ്റക്കെട്ടായി നിലകൊള്ളുമ്പോൾ അവരെ തറപറ്റിക്കാൻ ഏതറ്റം വരെയും പോകാം, എന്നാലേ രാഷ്ട്രം നിലനിൽക്കൂ. അതിന് താൻ കുറച്ച് അധർമ്മം ചെയ്താൽ പോലും പ്രശ്നമില്ല എന്നുള്ളതാവും ഭഗവാന്റെ മര്യാദ എന്നാ തോന്നണേ. അല്ലാണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റില്ല മഹാഭാരതം. മഹാഭാരതം വായിച്ചവർ എത്തും പിടിയും കിട്ടില്ല അല്ലെങ്കിൽ. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ധർമ്മത്തിൻ്റെ രഹസ്യം വളരെ ഗുഹാഹിതമാണ്. പുറമേ നോക്കണമെന്നും അല്ല ധർമ്മം എന്ന് പറയണത്. പുറമെ നമ്മൾ വിചാരിക്കുന്ന ധർമ്മമാണെന്ന്, അതൊന്നും ആയിരിക്കില്ല ധർമ്മം. സൂക്ഷ്മമാണ്. ഒരാളെ
ആയുധമില്ലാത്ത ഒരാളെ വെടിവെച്ച് കൊല്ലണത് ധർമ്മമല്ല എന്ന് പറഞ്ഞു വെച്ചോളൂ. പക്ഷെ ഇവൻ 10,000-കണക്കിന് പേരെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്ന ആളാണ്. ഇവൻ ജീവനോടുകൂടി നിന്ന് കഴിഞ്ഞാൽ 10,000-കണക്കിന് ആൾക്കാർ ചത്തുപോകും. അത്ര ഭീകരവാദിയാണ്. അവൻ്റെ കയ്യിൽ ആയുധം വേണ്ട. അവൻ അനേകം ആയുധമേന്തിയ ഭീകരന്മാരെ ട്രെയിൻ ചെയ്യുന്ന ആളാണ്. അവനെ കാണുന്നിടന്ന് കൊല്ലണ്ടേ? അല്ലാണ്ട് അവന് വേണ്ടിയിട്ടാണോ മനുഷ്യാവകാശ കമ്മീഷൻ നിലനിൽക്കേണ്ടത്? ഇതിപ്പോൾ അവന് വേണ്ടിയിട്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ, രാഷ്ട്രത്തിന് വേണ്ടിയല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഏത് ധർമ്മം നടക്കുന്നത് രാജ്യത്ത്? ആയിരക്കണക്കിന് നിഷ്കളങ്കരെ കൊന്നൊടുക്കുന്ന കൊട്ടേഷൻ സംഘത്തിൻ്റെ തലവൻ, അവനെ ഒരു എൻകൗണ്ടറിൽ കൊന്നതായിട്ട് കാണിച്ചു. അല്ലാണ്ട് എന്ത് ചെയ്യും? അല്ലാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം മനുഷ്യാവകാശം അവൻ്റെ കൂടെയാണ്. അവനാൽ കൊല്ലപ്പെട്ടവരുടെ കണ്ണീര് എവിടെയില്ല. അത് നിഷ്കളങ്കർ. ഇതാണ് നമ്മുടെ നാടിൻ്റെ സ്ഥിതി. അപ്പോൾ മഹാഭാരതത്തിൽ നിന്നൊക്കെ കുറേ പഠിക്കാനുണ്ട് നമുക്ക് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ധർമ്മയുദ്ധം എന്നുള്ളൊരു സങ്കല്പം മാത്രമാണോ? ഈ ധർമ്മോ അധർമ്മമൊക്കെ ഒരു സങ്കല്പമല്ലേ? അല്ലാണ്ട് ഈ ധർമ്മോ അധർമ്മമൊക്കെ പാരമാർത്ഥിക, അത് വേറെ തലം. നൈവധർമ്മി നചാധർമ്മി നചൈവഹി ശുഭാശുഭി എന്നുള്ളതാ പരമാർത്ഥം. ധർമ്മോ ഇല്ല, അധർമ്മോ ഇല്ല, ശുഭോ ഇല്ല, അശുഭോ ഇല്ല. ഇതൊക്കെ ആപേക്ഷികമാണ്. അത് ശ്രദ്ധിക്കുക. ആപേക്ഷികമാണ്. ഇല്ല, എന്താ അഭിപ്രായം? ഒരു സംഭവം പറഞ്ഞുതരാം. ഒരാൾക്ക് നമ്മളോട് കുറച്ചൊരു വിരോധം തോന്നിയ സമയമാണ്. നമ്മളെ സമയമായി. ഈ കഥ മാത്രം പറഞ്ഞ് നിർത്തുകയാണ്. 2 മിനിറ്റ് കൊണ്ട്. ആശ്രമത്തിൽ അന്തര്യോഗങ്ങൾ നടക്കുമ്പോൾ നമ്മൾ തുടക്കത്തിൽ അനൗൺസ് ചെയ്യും, അവനവൻ്റെ സാധനങ്ങൾ അവനവൻ സൂക്ഷിക്കണം. അങ്ങനെ ധാരാളം പേര് ഒത്തൊരു ചേർന്ന് താമസിക്കുന്നതാണ്. അല്ലെങ്കിൽ വിലപിടിപ്പുള്ള എന്ത് സാധനം ഉണ്ടെങ്കിലും ഓഫീസിൽ ഏൽപ്പിക്കണം, തിരിച്ചു പോകുമ്പോൾ തരും. തുടക്കത്തിൽ അനൗൺസ് ചെയ്യും. അങ്ങനെ ഒരു ചങ്ങാതി പാലിച്ചില്ല, അയാളെ മൊബൈൽ ഫോൺ പോയി. ഇയാൾ വന്ന് പറഞ്ഞു, സ്വാമി മൊബൈൽ ഫോൺ പോയി. നമ്മളൊരു മൊബൈൽ ഫോൺ കിട്ടി. ആ സ്വാമിക്ക് കിട്ടി, എന്നാൽ തരൂ. എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ആർക്കോ കിട്ടി. പോയ നിങ്ങൾക്ക് സങ്കടം, കിട്ടിയ അയാൾക്ക് സന്തോഷം. നമുക്ക് രണ്ടും തുല്യം. പോയ നിങ്ങൾക്ക് സങ്കടം, കിട്ടിയ അയാൾക്ക് സന്തോഷം. കാരണം നല്ല പുതിയ ടൈപ്പ് നല്ല എന്തൊരു മൊബൈൽ ഫോണാണ്. ഇപ്പോൾ കിട്ടിയ അയാൾക്ക് എത്ര സന്തോഷം ഉണ്ടാവും? ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഉണ്ടാവും. പോയ നിങ്ങൾക്ക് സങ്കടം. അപ്പോൾ സ്വാമി അധർമ്മത്തിന് കൂട്ടു നിൽക്കുന്നോ? ഇല്ല. എന്തുകൊണ്ടെന്നാൽ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, വിലയേറിയ വസ്തുക്കൾ എന്തുണ്ടോ ഓഫീസിൽ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ അവനവൻ സൂക്ഷിക്കണം, നാളെ പോയി എന്ന് പറയരുത്. അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മളെ ഭാഗത്ത് തെറ്റാ. നമ്മളെ സംബന്ധിച്ച് കിട്ടിയതും പോയതും തുല്യം. നമുക്ക് എന്തായാലും പോയതിന് നമ്മളെ സംബന്ധിച്ച് ഇയാളുടെ അയാളുടെ തുല്യമല്ലേ? ഇയാളുടെ പോലെ പ്രത്യേക സ്നേഹമുണ്ടോ നമുക്ക്? അപ്പോൾ അവന് പോയ ദുഃഖം, അവന് കിട്ടിയ സന്തോഷം, നമുക്ക് രണ്ടും തുല്യം. ശ്രദ്ധിക്കുക, ധർമ്മത്തിൻ്റെത് വളരെ രഹസ്യം തന്നെയാണ്. നേരെ മറിച്ച് നമുക്കത് പറയാൻ പറ്റില്ലായിരുന്നു പൊതുവേദിയിൽ. ആദ്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മളെ തെറ്റാ. ആദ്യം പറഞ്ഞിട്ടുണ്ട്, പിന്നെ ആരെ കുറ്റം? ഇത് എളുപ്പമല്ല മനസ്സിലാക്കുക. ശ്രദ്ധിക്കുക.